സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് വിക്ഷേപണം വലിയ പ്രതീക്ഷയോടെയുള്ള വിക്ഷേപണം വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഡമ്മി ഉപഗ്രഹങ്ങളുമായി വിക്ഷേപിച്ച സ്റ്റാർഷിപ്പ് ലക്ഷ്യത്തിലെത്തിയില്ല. അതേസമയം സുരക്ഷിതമായി തിരിച്ചിറക്കാനുമായില്ല. അപർണ കുറുപ്പ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, ഇത് മൂന്നാം തവണയാണ് ഇത്രയേറെ പ്രസ്റ്റീജിയസ് ആയ ഈ സ്റ്റാർഷിപ്പിന്റെ വിക്ഷേപണം പരാജയപ്പെടുന്നത്. പേലോഡ് തുറന്നതുമില്ല, അതിൽ നിന്ന് പേലോഡ് ഇറക്കാനുമായില്ല. എന്താണ്, എവിടെയാണ് പിഴച്ചതെന്നാണ്? അങ്ങനെ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? ശ്രീജ, ഇതിൽ പുറത്തുനിന്ന് കാണുമ്പോൾ മൂന്നാം തവണയും പരാജയപ്പെട്ടിരിക്കുന്നു സ്പേസ് എക്സ് എന്നുള്ളൊരു വിലയിരുത്തൽ വരുമ്പോഴും എലോൺ മസ്കോ അല്ലെങ്കിൽ സ്പേസ് എക്സോ അത് അംഗീകരിച്ചിട്ടില്ല. വിക്ഷേപണം കൃത്യമായിട്ട് നടന്നു. ഇത് പേലോഡ് തുറക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഡമ്മി ഉപഗ്രഹങ്ങൾക്ക് പുറത്തേക്ക് വിക്ഷേപണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് വിക്ഷേപണം നടക്കാൻ കഴിയാത്തത് തിരിച്ചടി അല്ല എന്നുള്ളൊരു വിശദീകരണമാണ് സ്പേസ് എക്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിയായിട്ട് സ്പേസ് എക്സ് തന്നെ കണക്കാക്കുന്നില്ല. അപ്പോഴും ഏറെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇതൊരു എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ദൗത്യം കൂടിയായിരുന്നു ഇത്തവണത്തെ സ്റ്റാർഷിപ്പിൻ്റേത്. അത് ഗ്രഹാന്തര യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ റോക്കറ്റാണ്. അത് എലോൺ മസ്ക് തന്നെ ചൊവ്വ ദൗത്യത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു. അതിനകത്ത് ഉപയോഗിക്കാനും ഒപ്പം ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കും ഉള്ള വലിയ സ്പേസ് റോക്കറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ വലിപ്പം തന്നെ 171 മീറ്ററാണ് ഇതിൻ്റെ ഈ ഒരു പാർട്ടിൻ്റെ തന്നെ. ഹെവി ബൂസ്റ്ററും അതോടൊപ്പം തന്നെ സ്പേസ് ക്രാഫ്റ്റുമുണ്ട്. ആ തരത്തിൽ വലിയ സ്റ്റാർഷിപ്പ് തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഈ ജനുവരിയിലാണ് ഇതിൻ്റെ ഏഴാമത്തെ സ്റ്റാർഷിപ്പിൻ്റെ വിക്ഷേപണ പരീക്ഷണം നടന്നത്. അത് പരാജയപ്പെട്ടു. 8ാമത്തെ പരീക്ഷണം നടന്നത് മാർച്ച് 6-നാണ്. ഈ മാർച്ച് 6-നാണെങ്കിൽ ഇത് പരാജയപ്പെടുക മാത്രമല്ല, ഇത് പൊട്ടിത്തെറിക്കുകയും അതിനെ തുടർന്ന് ഇത് വലിയ തരത്തിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. 240ഓളം വിമാന സർവീസൊക്കെയാണ് അന്ന് തടസ്സപ്പെട്ടത്. ഒപ്പം ഈ ബഹമാസും ടർക്സ് കൈക്കോസ് ഐലൻഡിന് മുന്നിലൊക്കെ ഈ അവശിഷ്ടങ്ങൾ വന്നു സ്റ്റാർഷിപ്പിൻ്റെ. അങ്ങനെ വലിയ ഒരു ആശങ്കയിലേക്കൊക്കെ പോയി. അതുകൊണ്ട് ഇത്തവണ വളരെ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടുകൂടിയാണ് ഇതിൻ്റെ ലോഞ്ച് പ്രഖ്യാപിച്ചത്. ഇന്ന് വളരെ എയർ ഫ്ലൈറ്റ് കുറവുള്ള സമയത്തു കൂടിയാണ് ഈ ലോഞ്ച് നടത്തിയത്. 885 നോട്ടിക്കൽ മൈലിലാണ് എയർക്രാഫ്റ്റിൻ്റെ ഒരു ഹസാർഡ് സോൺ. അതുപോലും എടുത്തുകൊണ്ടാണ് നടത്തിയത്. ഇതിലിപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഇതുവരെ ഇത് തിരിച്ചു എത്തിയിട്ടില്ല. ഇന്ത്യൻ ഓഷ്യനിൽ അല്പസമയത്തിനകം പതിക്കും എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട് എന്ന് സ്പേസ് എക്സ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇതൊരു തിരിച്ചടിയല്ല, ഇതൊരു പ്രൊസീജിയർ മാത്രമാണ് എന്ന് സ്പേസ് എക്സ് പറയുന്നത്. നമുക്ക് എടുത്തു പറയേണ്ട ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. സുനിത വില്യംസ് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട എക്സ് ക്രൂവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ ഒരു പക്ഷേ സ്പേസ് എക്സിൻ്റെ മൂല്യം കുറച്ചേക്കുമെന്നുള്ളൊരു വാർത്തകൾ ആ സമയത്ത് വന്നതാണ്. പക്ഷേ അതല്ല ഉണ്ടായത്. എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ക്രെഡിബിലിറ്റി സ്പേസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മസ്ക് ആണെങ്കിൽ ചൊവ്വ ദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്താനിരിക്കുന്ന സമയം കൂടിയാണ്. അത് ചിലപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചക്കുള്ളിൽ അത് നടത്താനിരിക്കും. അതിൻ്റെ ഒരു ലോഞ്ച് എന്ന തരത്തിൽ കൂടിയാണ് ഈ സ്റ്റാർഷിപ്പിനെ അവതരിപ്പിച്ചത്. ഏതായാലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പോലും സ്പേസ് എക്സ് ഏതെങ്കിലും തരത്തിലൊരു നാശനഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലോസിലേക്കോ പോയി എന്നുള്ളൊരു വിലയിരുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.